ആദരണീയരായ സത്യവിശ്വാസികളെ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം ചരിത്രത്തിൻ്റെ താളുകളിൽ വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് നമുക്ക് കാണാൻ കഴിയും. അത് മറ്റൊന്നുമല്ല, ഒരു വധശിക്ഷ നടപ്പാക്കുന്ന രംഗമാണ്. ഹുർമുസാൻ എന്ന വ്യക്തിയുടെ വധശിക്ഷയുടെ രംഗമാണ്. ആരാച്ചാർ ഊങ്ങിപ്പൊളിച്ച വാളുമായി തലവെട്ടാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ആ വധശിക്ഷ നടപ്പാക്കപ്പെടും. ആ സമയത്ത് ഹുർമുസാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. എനിക്ക് കുടിക്കുവാൻ അല്പം വെള്ളം വേണം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വെള്ളം നൽകുന്നു. ഹുർമുസാൻ ചോദിക്കുകയാണ്, ഈ വെള്ളം അത് കുടിച്ചു കഴിയുന്നത് വരെ എൻ്റെ വധശിക്ഷ നടപ്പാക്കുകയില്ലല്ലോ? ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് കൃത്യമായി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്, ഇല്ല, ഒരിക്കലും താങ്കൾക്ക് യാതൊരു രീതിയിലും വിഷമിക്കേണ്ടതില്ല, ബുദ്ധിമുട്ടേണ്ടതില്ല. ദാഹിച്ചിരിക്കുന്നവനായ അവസ്ഥയിൽ ഒരിക്കലും ഞാൻ താങ്കളുടെ വധശിക്ഷ നടപ്പാക്കുകയില്ല. ഈ ഒരു വർത്തമാനം കേട്ടപ്പോൾ, ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഒരു അറിയിപ്പ് ലഭിച്ചപ്പോൾ, ഹുർമുസാൻ അദ്ദേഹത്തിൻ്റെ പാത്രം, വെള്ളപ്പാത്രം അത് നിലത്തേക്ക് വലിച്ചെറിയുകയാണ്. അത് നിലത്ത് വീണ് പൊട്ടിച്ചിതറുകയാണ്. അപ്പോൾ ഹുർമുസാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്കി. അതിനുശേഷം ഹുർമുസാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, താങ്കൾ വാഗ്ദാനം പാലിക്കുന്ന ഒരു മുസ്ലിമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉമർ റളിയല്ലാഹുവിന് കാര്യം മനസ്സിലായി. അദ്ദേഹം വധശിക്ഷ നടപ്പാക്കിയില്ല. കാരണം ആ വെള്ളപ്പാത്രം കയ്യിലില്ലാത്ത അത്രയും സമയം ഹുർമുസാൻ ദാഹിച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ദാഹിച്ചിരിക്കുമ്പോൾ വധശിക്ഷ നടപ്പാക്കുകയില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആദ്യമേ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കേണ്ടതുണ്ടായിരുന്നു. ഹുർമുസാൻ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ ആ ഒരു സംഭവം ഹുർമുസാൻ്റെ മനസ്സിൽ ഒരു പുതിയ മാറ്റത്തിൻ്റെ തീക്കനലുകൾ കോരിയിടുകയായിരുന്നു. മറ്റൊന്നുമല്ല, ഉമർ റളിയല്ലാഹു അൻഹു ആ രീതിയിൽ ആ വാഗ്ദാനം പാലിക്കുന്നതിൽ അത്രയും ശ്രദ്ധ പുലർത്താനുള്ള കാരണം, വാഗ്ദത്തം ലംഘിക്കുന്നത് അത് നിഫാഖിൻ്റെ, അതൊരു മുനാഫിഖിൻ്റെ അടയാളമാണ്. ഒരു കപടവിശ്വാസിയുടെ അടയാളങ്ങളിൽ ഒന്നായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മാത്രമല്ല, കാപട്യം തന്നെ ബാധിക്കാതിരിക്കുവാൻ ഏറെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. കപടവിശ്വാസികളുടേതായ ഒരു പട്ടിക, ഒരു ലിസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ തൻ്റെ പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്നൊരു വ്യക്തിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ആ നിഫാഖിൻ്റെ അടയാളം ഒരിക്കലും പുറത്തു വരികയില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അദ്ദേഹം വധശിക്ഷ നടപ്പാക്കിയില്ല എന്ന് മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു ആദർശ പ്രതിബദ്ധതയിൽ ആകൃഷ്ടനായ ഹുർമുസാൻ ഇസ്ലാം സ്വീകരിക്കുകയാണ്. അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആവുകയാണ്. പറഞ്ഞു വരുന്നത്, പലപ്പോഴും നമ്മുടെ ആദർശ പ്രതിബദ്ധതയായിരിക്കും പലപ്പോഴും മറ്റുള്ളവരുടെ മാറ്റത്തിന് കാരണമാകുന്നത്. ദീർഘനേരമുള്ള പ്രഭാഷണത്തെക്കാൾ കൂടുതൽ നമ്മുടെ മാതൃകായോഗ്യമായ ജീവിതത്തിലെ ഏതാനും നിമിഷങ്ങളായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ആദർശത്തിലേക്ക് നമ്മുടെ പ്രതിയോഗികളെ ആകൃഷ്ടരാക്കുന്നത്. കുരിശ് യുദ്ധകാലത്ത് മുസ്ലിങ്ങളുടെ രക്ഷകനായിരുന്ന സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രം നമുക്കറിയാം. സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ മാന്യമായ പെരുമാറ്റത്തിൽ ആകൃഷ്ടനായിക്കൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്ന് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ എതിർപക്ഷത്ത് നിന്ന ചക്രവർത്തി തയ്യാറായത് എന്നൊരു വസ്തുത നമ്മളിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ മാലിക് ഇബ്നു ദിനാർ പോലെയുള്ള ഇസ്ലാമിൻ്റെ സന്ദേശം കേരളക്കരയിൽ വ്യാപിക്കാൻ ഇടയാക്കിയ വ്യക്തികൾ, അവർ വർത്തക പ്രമാണിമാരായിരുന്നു, കച്ചവട നേതാക്കന്മാരായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിലെ ഏത് രൂപത്തിൽ ഇസ്ലാം പൂത്തുലഞ്ഞു നിന്നുവോ അതായിരുന്നു കേരളത്തിലുള്ള നമ്മുടെ പൂർവികർക്ക് വെളിച്ചമായിരുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഇസ്ലാം പൂർണ്ണമാകുന്നത്. ആ രൂപത്തിൽ ജീവിക്കുന്ന ഖുർആനിൻ്റെ പതിപ്പുകളായി, കാന ഖുർആൻ യംശി അൽ അർള്, ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആനായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ച പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് സൂചിപ്പിച്ച പോലെയുള്ള ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.